കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞു നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ, ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേൻ ചൂടും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ. മുന്നാഴി മുത്തുണ്ട്, പൂവന്തി പൊന്നുണ്ട്, മുകിലാരം കാവിൽ പൂരം കാണാം. മാനുണ്ട്, മയിലുണ്ട്, മഞ്ചാടി പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ പോകാം. ആരും കാണാ പുലരികൾ കാണാം. അർജുൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ആളെ ഏറ്റു വന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കണം. അതാണ് ഞങ്ങളുടെ ശീലം. അപ്പോൾ ഇപ്പോൾ ഒരു 8:30 അപ്പോൾ പൊന്നുട്ടന് ഇപ്പോൾ ക്ലാസ്സൊന്നും ഇല്ല, അവർക്ക് ഇവിടെ വിൻ്റർ വെക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി ഉള്ള വെക്കേഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് എക്സാമാണ് അല്ലേ പൊന്നുട്ടാ? അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എക്സാമാണ്. അപ്പോൾ ക്ലാസ്സുള്ള ടൈമിൽ ഞങ്ങളൊരു 7:30 ആകുമ്പോൾ എണീക്കാറുണ്ട്. ഇപ്പോൾ ഒരു 8:30-9 മണിക്ക് ആകുമ്പോൾ എണീക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അർജുന്റെ ഡ്യൂട്ടിക്ക് കിടക്കാണ് കേട്ടോ. അർജുൻ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് അറിയോ? അമ്മേനെ അച്ഛന്റെയും ഡേ അല്ലല്ലോ കാണിക്കുന്നത്. ക്ലീനിങ് കാണിക്കാൻ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ടൈമാണ് ക്ലീൻ ചെയ്യാൻ. ക്ലീൻ ചെയ്ത് തീരില്ല. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ അലങ്കോലായി കിടക്കൊന്നല്ല, പക്ഷെ എന്താണെന്നറിയില്ല, അവൻ അങ്ങനെയാണ്. പക്ഷെ നല്ല ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു സംഭവം ചെറുതിലെ തൊട്ട് ശീലിക്കുന്നത് നല്ലതാണ്. നമ്മളിൽ നിന്ന് തന്നെയാണ് അവൻ പഠിച്ചത് കേട്ടോ, അല്ലാന്ന് പറയണില്ല. നമ്മൾ പാരൻസ് ചെയ്യുന്ന കണ്ടിട്ടാണല്ലോ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാനായിട്ടൊരു ആഗ്രഹം തോന്നാം. അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പൊന്നുട്ടൻ്റെ ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ അർജുൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തു. ഏട്ടന് ഓഫീസിൽ പോണ ദിവസമാണെങ്കിൽ ഞാനിവിടെ മേശമ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളുണ്ടായിരിക്കും എൻ്റെ. രാവിലെ ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അർജുൻ എനിക്ക് വന്ന നേരെ അതൊക്കെ എടുത്ത് കിച്ചണിൽ കൊടുത്തേ. ഞാനിപ്പോൾ വിചാരിക്കും നമ്മൾ കഴിക്കേണ്ടതല്ലേ, പുണ്ണി എനിക്ക് കഴിഞ്ഞാൽ ഞാൻ കഴിക്കാറ്. അപ്പം ഞാൻ ആ രീതിക്ക് അതൊക്കെ അവിടെ തന്നെ വെക്കും. പക്ഷേ പൊന്നുട്ടൻ അതൊന്നും അവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയും നമുക്ക് കഴിക്കുന്ന നേരത്ത് മാത്രം കിച്ചണിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള നല്ല ഗുഡ് ക്യാരക്ടേഴ്സൊക്കെ കുട്ടിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ കാണുമ്പോൾ ഒന്നും ക്ലീൻ ആക്കാൻ മാത്രമൊന്നും ഇല്ല. പക്ഷെ എന്താണെന്നറിയില്ല, അവൻ്റെ മനസ്സിനൊരു തൃപ്തി വരാണെങ്കിൽ അവൻ തന്നെ ക്ലീൻ ആക്കണം. ഇപ്പൊ രാത്രി കിടക്കാൻ നേരത്തായാലും ക്ലീൻ ചെയ്തിട്ടൊക്കെ കിടക്കാൻ പോവാറ്. അത് കാരണം ഒന്നും പ്രത്യേകിച്ച് പിറ്റേ ദിവസം രാവിലേക്ക് ഉണ്ടാവാറില്ല ക്ലീൻ ചെയ്യാൻ. ഇനിയിപ്പോൾ ഈ ക്ലീൻ ആക്കിയത് നോക്കണ്ട കേട്ടോ. കുറച്ചും കൂടി കഴിയുമ്പോഴേക്കിനും എല്ലാ ടോയ്സും ഇവിടെ നിരത്തി വൃത്തികേടാക്കും. പിന്നെ അവനാൻ തന്നെ ക്ലീൻ ചെയ്യണ കാരണം പിന്നെ പ്രശ്നമൊന്നുമില്ല. ടോയ് എടുത്ത് കളിച്ചാലും, ഈ ചെറുതിൽ ടോയ് എടുത്ത് കളിച്ചാലും ടോയ് ഒക്കെ അടക്കി വെക്കല് പൊന്നുട്ടൻ തന്നെയാണ്. അപ്പോൾ ഇപ്പം പിന്നെ ക്ലീനിങ് കൂടി സ്റ്റാർട്ട് ചെയ്തതോടുകൂടി പിന്നെ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. അത് കാരണം വീട് എപ്പോഴും വൃത്തിയായി കിടന്നോളും. ഇതിപ്പോൾ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഇടയ്ക്ക് ഞാൻ പറയും അമ്മ നേരെ ഇല്ലെങ്കിൽ ഞാൻ പറയും അമ്മ ക്ലീൻ ചെയ്യുക, കുറേ നേരമായില്ലേ, ഇപ്പോൾ പോയി ഇപ്പം നോക്കി ബ്രഷ് ചെയ്തിട്ടും കൂടി ഇല്ല. അതാണൊരു ബാഡ് ക്യാരക്ടർ എന്ന് പറയാനായിട്ട്. ബ്രഷ് ചെയ്തിട്ടല്ലേ ക്ലീനിങ്ങിന് നിൽക്കാം. പക്ഷെ അത് പറ്റില്ല. ആൾക്ക് ബ്രഷ് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ ഇവിടെ നീറ്റായിട്ട് കിടക്കണം, ഒരു കരടും പാടില്ല. മെയിനായിട്ട് ഹോള് ക്ലിയർ ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയണത്.
എനിക്കങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ണി കൂടി പറയണ കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാറുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാനായാലും എപ്പോഴും നമ്മൾ വരുമ്പോൾ അവിടെ ക്ലീനായി കിടക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് അല്ലേ. വൃത്തികേടാവാൻ പാടില്ല, പഠിക്കാതിരിക്കുമ്പോൾ വൃത്തികേടാവാൻ പാടില്ല. അവൻ കഴിക്കില്ല. അവൻ എത്ര വിശന്നാലും എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു അഴുക്ക എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആള് അത് ക്ലീൻ ആക്കിയിട്ടേ പിന്നെ ഭക്ഷണം കഴിക്കായിരിക്കുള്ളൂ. അർജുന അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും എന്തായാലും കഴിയാൻ. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെള്ളയപ്പമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ ആണ്. അപ്പോൾ നമ്മൾ ഇഷ്ടം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പൊട്ടാറ്റോ വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മാത്രം മതി. ഇപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു ഡിഷ് പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്രയും ഹാപ്പിയാണ്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെള്ളയപ്പവും അതുപോലെ തന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് കറിയാണ് കേട്ടോ. നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് ഇന്നലെ അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട്, അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പോന്നിട്ട് എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങള് പല്ല് തേച്ച് കുളിച്ച് ഫ്രഷ് ആയി വരും അല്ലേ. അപ്പൊ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാം കേട്ടോ. പകുതി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു, കാരണം പുറത്തിരുന്നിട്ട് ഈ പുളി കൂടില്ലേ. നമ്മള് വെള്ളയപ്പം നല്ല വെള്ളയപ്പല്ലേ കൊണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ വെള്ളയപ്പം. ഒരുവിധം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇഡ്ഡലി, ദോശ, അപ്പം. പിന്നെ അതിൽ കൂടെ കറിയായിട്ട് പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ വെരി ഹാപ്പി. പിന്നെ ഒന്നും വേണ്ട. അപ്പൊ അത് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മള് പാലൊഴിച്ചിട്ട് അധികം എരിവില്ലാത്ത മുട്ടക്കറി ഇല്ലേ, അതുണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടമാട്ടാ. റോസ്റ്റ് അല്ലാണ്ടുള്ള നാളികേര ഒഴിച്ചിട്ടുള്ള മുട്ടക്കറി, അപ്പൊ അതും ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് പൊട്ടാറ്റോയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ അതും ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടം ഉണ്ടാവും, അതും ഉണ്ടാവുമ്പോ കഴിച്ചോളും. അപ്പം പിന്നെ ഇടനേരങ്ങളിൽ വിശന്നിട്ട് ചോദിച്ചാലും അപ്പം തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പൊ ഇതാണ് കേട്ടോ അച്ഛൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മള് എഗ് റോസ്റ്റ് ചെയ്തതുണ്ട്, അതുപോലെ ഇതിന്റെ ഫേവറേറ്റ് ഉരുളൻകിഴങ്ങ് കറിയുണ്ട്. അധികം എരിവില്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ ആയിട്ടുണ്ട്. പൊന്നിട്ടനെ എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണ്ട. അപ്പൊ ഉണ്ടായി കഴിഞ്ഞാൽ അഭിപ്രായം എപ്പോഴും സൂപ്പർ എന്തായാലും പറയണം. അഭിപ്രായം പറയും. അത് കുഞ്ഞിച്ചെറുതിലേക്ക് വിട്ടിട്ട് നമ്മള് ഇപ്പൊ നാട്ടിലുള്ളപ്പോഴായാലും എന്തെങ്കിലും ഉണ്ടാക്കി, ആരെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലും ചോദിക്കുക ഇത് ആരുണ്ടാക്കിയേ. അപ്പൊ നാട്ടിലേക്ക് ആകുമ്പോ നമ്മുടെ അമ്മ ഉണ്ടാവുമല്ലോ. അപ്പൊ ആരാന്നറിയാൻ വേണ്ടി ചോദിക്കും, ഞാനാണോ അമ്മയാണോ ആരുണ്ടാക്കിയെന്ന് അറിയാം. അപ്പൊ ഉണ്ടാക്കി പറയും ആ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരെടുത്തിട്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഇവിടെ വരുമ്പോ പിന്നെ ഞാനായിരിക്കും. ഇപ്പൊ അവനറിയാലോ, അവൻ കാണുന്നുണ്ടല്ലോ ആരുണ്ടാക്കണേന്നൊക്കെ. അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഉണ്ടാക്കിയതായാലും ഏട്ടൻ ഉണ്ടാക്കിയതായാലും പറയും അച്ഛാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ, അമ്മ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ പറയും. അപ്പൊ അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കും. അപ്പൊ നിൽക്കണ അർത്ഥവൻ അറിയിപ്പോ. അപ്പൊ എന്നോട് പറയും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അമ്മ എന്ന് പറയും. എന്ത് സാധനമായാലും പറയണ്ട. അപ്പൊ നമുക്ക് അത് കേൾക്കുമ്പോ ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. നമ്മളെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ഉണ്ടല്ലോ, അമ്മ ചോദിച്ചിട്ട് അഭിപ്രായം എടുക്കും. ചോദിക്കും. അത് ഉണ്ണിയുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഏട്ടന്റെ അടുത്താണെങ്കിൽ ഞാൻ ചോദിക്കും ഏട്ടാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്.
നല്ലതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം കൊണ്ട് കിട്ടില്ല. കുട്ടീൻ്റെ അടുത്ത് പിന്നെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടി ഇങ്ങനെ ചോദിക്കാണ്ട് എന്റെ അഭിപ്രായമൊക്കെ പറയും. എഗ് ഉണ്ടെങ്കിലും ഞാനും പുല്ലിട്ടിന് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. 10ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് 3ാം തീയതി ഓപ്പൺ ആവും, സ്കൂൾ ഓപ്പൺ ആവും. പിന്നെ 10ാം തീയതി സ്റ്റാർട്ട് ചെയ്യും എക്സാം. പിന്നെ ഇവർക്ക് ക്ലാസ്സിൽ തന്നെ ഓൺലൈൻ ക്ലാസ് ആയാലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൽ തന്നെ കുറേ റിവിഷൻ അങ്ങനെ പിന്നെ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നോർമൽ ക്ലാസ് പോലെ തന്നെയാണ് കേട്ടോ ഇവരെ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ആദ്യത്തിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ എന്താവും എന്നുള്ളത്. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇവര് പഠിച്ചു പോകുന്നുണ്ട് ഒപ്പം തന്നെ. അപ്പം അത് കാരണം ഒരു റിവിഷൻ പോലെ നടത്തിയാൽ മതിയായിരിക്കുമല്ലോ പിന്നെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അറിയില്ല, എടുത്ത് നോക്കുമ്പോഴറിയാം എന്താണ് ഇപ്പം മൊത്തത്തിലൊരു രൂപത്തിലിരിക്കണേ എന്നുള്ളത്. പിന്നെന്താ, ഞങ്ങൾക്ക് അർജുൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ദിവസത്തെ ഡേ വ്ളോഗായിട്ട് ഇടുമോ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, ഇത് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം, നോക്കാം. പിന്നെ ഓൺലൈൻ ക്ലാസ് പറഞ്ഞാൽ 7:45 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 1:15 വരെ ഇവിടെ ഒരു യുദ്ധമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒപ്പം ഇരിക്കണമായിരുന്നു, അവരൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ ആളെല്ലാം ഒറ്റയ്ക്ക് പഠിച്ചവൻ തന്നെ അറ്റൻഡ് ചെയ്തോളൂ. അപ്പൊ അത് കാരണം അത്ര പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സുകളിലെ ഒരു ദിവസത്തെ എന്താണെന്നുള്ളത് കാണിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആ ടൈമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ നേരത്തോടെ എണീക്കും, നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. 7:30 ആകുമ്പോൾ എനിക്കുള്ളൂ, നേരത്തെ ഒന്നും പറയാൻ പറ്റില്ല. 7:30 എനിക്കും 7:45 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് പഠിച്ചാലോ. അത് തീരെ താല്പര്യമില്ലാത്ത കാര്യം പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താല്പര്യം പറഞ്ഞാൽ അവന്റെ ഇഷ്ടത്തിന് അവൻ ചെയ്യണം. നമ്മൾ നിർബന്ധിച്ചാലൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല. അവൻ പഠിക്കാനായിട്ട് വന്നിരുന്ന ചിലപ്പോൾ ഒരു ബുക്ക് എടുത്തൊക്കെ നോക്കും. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കും എന്താ അമ്മ പഠിക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞു കൊടുത്താൽ പഠിക്കും. അല്ലാണ്ട് നമ്മളൊരു നേരമൊക്കെ പറഞ്ഞ് പഠിക്കാനിരുത്തിയാലൊന്നും ചിലപ്പോൾ ആ നേരത്ത് ഇതൊന്നും വരില്ല. അങ്ങനെയാണ്. പഠിക്കാൻ എനിക്ക് ഞങ്ങളുടെ സ്പൈഡർമാൻ ടോയ്, ലെഗോ ടോയ്, അതുപോലെ സ്പൈഡർ ഉണ്ട് ഞങ്ങൾക്ക് ലെഗോ കൊണ്ട് ഉണ്ടാക്കിയുള്ളത്. പല പല മുഖങ്ങൾ കാണട്ടെ ഒരു പഠിപ്പിക്കാൻ. അതായത് കുറുമ്പ് കാണിക്കുമ്പോഴും നമ്മള് കുറെ പറയുമ്പോഴും ശ്രദ്ധിക്കാണ്ടിരിക്കില്ലേ, അപ്പോഴെനിക്ക് ദേഷ്യം വരാട്ടാ. അതായത് നമ്മള് പഠിക്കുമ്പോഴായാലും ഇരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ വേറെ കളിക്കാനും കാര്യങ്ങൾക്കും ശ്രദ്ധ ഇല്ലാണ്ടിരിക്കും, അപ്പൊ എനിക്ക് ദേഷ്യം വരും. അല്ലാണ്ട് പഠിച്ചിട്ട് കിട്ടാത്തതിനൊന്നും അങ്ങനെ അടി കിട്ടാറില്ല. ശ്രദ്ധ ഇല്ലാണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കാതിരിക്കുക, അതെനിക്കിഷ്ടം. പഠിക്കാതിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും പഠിക്കാതിരിക്കുക, അത്രേ വേണം. എഴുതിയ ഇനി എന്തെന്നാ അച്ഛൻ. അല്ലാതെ മണിക്കൂറുകളൊന്നും പഠിക്കാനിരുത്താൻ എനിക്ക് ഇഷ്ടമല്ല. പിള്ളേരല്ലേ, ഈ പ്രായത്തിലല്ലേ കളിക്കാൻ പറ്റുള്ളൂ. ഞാൻ MCAക്ക് പഠിക്കുമ്പോൾ വരെ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. ക്രാവിനെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആവശ്യത്തിന് പഠിക്കാം, പഠിക്കാനുള്ളത് പഠിക്കണം. കുറെ ടൈമിൽ പഠിക്കണം വേണ്ട. കാണണ്ട, നോക്കാണ്ടിരുന്നാ മതില്ലേ? കണ്ടാലും നോക്കാണ്ടിരുന്ന പോലെ. അല്ല ബുക്ക് വരുമ്പോ നോക്കാനുള്ളൊരു ശരിയാ, ശരിയട്ടാ. അപ്പൊ മലയാളം ദിവസം ഏതെങ്കിലും സമയത്ത് എഴുതിപ്പിച്ചില്ലെങ്കിൽ പിന്നെ മറന്നു പോകും, അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ ബാക്കിയുള്ളത് എഴുതിപ്പിച്ചില്ലെങ്കിലും മലയാളം എഴുതിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അറബിക്കോ? അറബിക്ക് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് എനിക്കും അറിയത്തില്ലോ. അപ്പൊ പഠിപ്പിച്ചെടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറബിക്ക് പഠിക്കാൻ. അപ്പൊ ഞാനിപ്പോ അറബിക്ക് പഠിച്ചോണ്ടിരിക്കും. ഇംഗ്ലീഷിലല്ല, അറബിക്കില്. ഞങ്ങൾക്ക് അറബിക്കില് മൈ ഫാമിലി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ മൈ ഫാമിലി പറയാനായിട്ട് ഓൾറെഡി ക്വസ്റ്റ്യൻ ആയിട്ട് മൈ ഫാമിലിയാണ് എടുക്കുക. പക്ഷെ അറബിക്ക് അറിയാത്ത കാരണം കൊണ്ട് അത് എങ്ങനെ പറയുന്നത് ഐഡിയ ഇല്ല. അനൈസ്മി അർജുൻ അതറിയാം ഞങ്ങൾക്ക് അല്ലേ? പിന്നെ അനോമറി സബാസനവ അങ്ങനെയല്ല സംഭവം. അത് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. മൈ ഫാമിലി ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ പറയുന്നുള്ള ഒരു ടെൻഷനിലാണ്. അപ്പൊ ഞങ്ങൾ അർജുൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് യസ്ന,
അർജുന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ അവനറിയാം. യസ്ദന്റെ ഉമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യസ്ദന്റെ മദർ അപ്പൊ ഇംഗ്ലീഷ് എഴുതി അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എനിക്ക് മാത്രം കുറച്ച് പ്രശ്നം. അപ്പൊ അർജുന്റെ പഠിത്തത്തില് അതിന് ഏറ്റവും ടഫുള്ള സബ്ജക്ട് അറബിക്കാണ്. ബാക്കി എല്ലാ സബ്ജക്റ്റിലും ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ്? മാത്സ്. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്. അത് എന്തുകൊണ്ടാണ് മാത്സ് ഇഷ്ടം? ഇൻട്രസ്റ്റിംഗ് ആണ്. ബാക്കിയുള്ള സബ്ജക്ട് ഒക്കെ കുട്ടി നന്നായി പഠിക്കൂട്ടെ. ഇതുവരെയൊക്കെ കുട്ടി നല്ല രീതിയിലാണ് ക്ലാസ്സിലൊക്കെ പെർഫോം ചെയ്യുന്നത്. മോസ്റ്റ് ഇഷ്ടം മാത്സ്. അറബിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്താ ചെയ്യാ, പല വാക്കുകളും വേർഡ്സ് ഒക്കെ വരുമ്പോ വായിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളത് തരണം ചെയ്ത് മുന്നേറും അല്ലേ? ഒരു 10 മിനിറ്റ് പഠിക്കാനുണ്ടാവും. അപ്പൊ ആ ടൈം ഞങ്ങൾ പഠിക്കട്ടെ. അപ്പൊ ഓക്കെ. ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിട്ടാ. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നെസ്റ്റോറിൽ ഒന്ന് പോണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിക്കണം. അപ്പൊ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. അപ്പൊ അർജുന ഏറ്റവും ഇഷ്ടമുള്ള സംഭവം നെസ്റ്റോറിലൊക്കെ പോവാന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് സ്ട്രോബെറി മിൽക്ക് ഉണ്ട്. അപ്പൊ അത് വാങ്ങണം. അപ്പൊ ഇന്നാണല്ലോ ഒഴിവ്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകണം. പിന്നെ എടുത്തിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്ര 7 വയസ്സായ ചിക്കനാണ് ഞാൻ എടുത്ത് നടക്കുന്നത്. ഇതിവിടെ സ്ഥിരമാണ് കേട്ടാ. അപ്പൊ ഇവരെ മാത്രം ഇങ്ങനെ എടുത്ത് നടക്കുന്നത് കാണാൻ പറ്റുള്ളൂ തോന്നുന്നു. 7 വയസ്സായിട്ട് ഇപ്പോഴും എടുക്കണം. പിന്നെ ഞങ്ങളുടെ മെയിൻ ആയിട്ട് ഞങ്ങളുടെ ചെരുപ്പ് കാറിലാണ്. വൈകിട്ട് ഞങ്ങൾ എവിടേക്കെങ്കിലും ഒക്കെ പോയി വന്നാൽ ഇരിച്ചണം. ഞങ്ങൾ ഉറങ്ങും. പിന്നെ എടുത്തിട്ട് വേണം ഉള്ളിൽ കൊണ്ടുപോകാൻ. ചെരുപ്പിടലില്ല. നമുക്ക് നെസ്റ്റോറിൽ പോവാട്ടെ. അങ്ങനെ ഫ്രിഡ്ജ് ഉണ്ടാക്കി, വീട്ടിലേക്ക് വേണ്ട ഫ്രിഡ്ജ് ഉണ്ടാക്കി. അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ കളിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പൊ ഈ ലഗോ വെച്ചിട്ട് ഇങ്ങനെ കുറെ നേരം ഇരുന്നോളും. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴേക്കും അമ്മ ഉച്ചക്കലേക്ക് മീമിയൊക്കെ ഉണ്ടാക്കിട്ട് വരാട്ടാ. ലഗോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോഗോ ഇല്ല. അപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചോളും. ടി വി കാണണമെന്ന് അങ്ങനെ ലഗോ കളിക്കണ നേരത്തെ ടി വി ഒന്നും കാണില്ല കേട്ടോ. ലഗോ മേക്ക് ചെയ്യേണ്ടത് വേണമെങ്കിൽ എന്തെങ്കിലും വെക്കും ടി വിയിൽ. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി പഠിക്കൽ ഇത്ര ടൈം തന്നെ ഉള്ളൂ. കൂടുതൽ ടൈം ഒന്നുമില്ല. കുറച്ച് നേരം ഈ രാത്രി ഇഷ്ടമാണല്ലോ. ഈ പറഞ്ഞ പോലെ ഞാൻ വാരി കൊടുക്കാറുണ്ട്. ഏതെങ്കിലും നേരത്തൊക്കെ വാരി കൊടുക്കാറുണ്ട്. മീൻ ഉണ്ടെങ്കിൽ ചോറ് നല്ലോണം കഴിച്ചോളൂ. ചിക്കൻ അത്ര താല്പര്യമില്ല. മീനല്ലെങ്കിൽ പൊട്ടറ്റോ. അതാണ് ഞങ്ങളുടെ മീനാഹാരം. മീൻ ഇഷ്ടം. പിന്നെ ക്രാബ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടം. ഇപ്പൊ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കുറച്ചു നേരം വീണ്ടും കളിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം. കുട്ടി ഉറങ്ങൂല കേട്ടാ. ഉറങ്ങില്ല. എന്ത് വന്നാലും അതിപ്പോ രാവിലെ ക്ലാസ്സിലെ ടൈമിൽ നേരത്തെ എണീറ്റാലും ഞങ്ങൾ ഇപ്പൊ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. ഞങ്ങൾ KG 1 KG 2 ഒക്കെ പഠിക്കുമ്പോൾ ഉറങ്ങാറുണ്ട്. ഗ്രേഡ് 1 ആയി പിന്നെ ഉറക്കില്ല. പിന്നെ ഓൺലൈൻ ക്ലാസ് ആണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ തന്നെ ഇല്ല. ഇരിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല.
അപ്പൊ അത്ര ഞങ്ങൾ ഫുഡ് മുഴുവൻ കഴിച്ച് തീർക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ കാണാം കേട്ടോ. അപ്പൊ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് മീനും ചോറും രണ്ട് മീനുകളെ വെച്ചതും വറുത്തതും. മീൻ്റെ ചാറ് കഴിക്കില്ല കേട്ടോ, കാരണം മേലുള്ളതൊന്നും പറ്റില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ചോറുണ്ടോ? അപ്പൊ ചോറുണ്ട് കഴിഞ്ഞിട്ട് കാണാം. പൊന്നൂട്ടൻ എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞ് ഞങ്ങൾ സ്ട്രോബെറി മിൽക്കൊക്കെ കുടിച്ചു, എനർജിയായി പോയി മേലെ എഴുതും. എന്നിട്ട് ഞങ്ങൾ കത്തിക്കും. ക്ലീനാക്കലുണ്ട്, അത് രാവിലെ പറഞ്ഞല്ലോ, അതെ സെയിം. ഇനിയൊരു ക്ലീനാക്കലുണ്ട്. പിന്നെ ഞങ്ങള് പഠിക്കണ്ട. അപ്പൊ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അമ്മയല്ലേ, ഉണ്ണിക്ക് പഠിക്കാം. എന്നിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിട്ട് പിന്നെ ഫ്രൈഡ് റൈസ് പിന്നൊരു കാര്യം ഉണ്ടല്ലോ, പൊന്നിട്ടന് ഇഷ്ടമുള്ളത്. പിന്നൊരു കാര്യം ഉണ്ടല്ലോ, ഗെയിം. അതായത് ഗെയിം ഞാൻ മൊബൈലില് കൊടുക്കാറില്ല, കളിക്കാൻ വേണ്ടിട്ട് കൊടുക്കാറില്ല. അപ്പൊ പിള്ളേരൊക്കെ പിന്നെ ഗെയിംസ് ഒന്നും പൊന്നിട്ടന് കളിക്കാൻ കൊടുക്കാറില്ല. അപ്പൊ ഇപ്പൊ ക്ലാസ്സില് പിള്ളേരൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴും അതുപോലെ ഇവിടെ കളിക്കാൻ പോകുമ്പോൾ പിള്ളേർ ഗെയിംസിനെ പറ്റി പറഞ്ഞ് കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും, എനിക്ക് ഗെയിം തായോ അമ്മ, മൊബൈലിൽ കളിക്കാന്ന് പറയും. എനിക്ക് വലിയ താല്പര്യമില്ല മൊബൈലിൽ ഗെയിമൊന്നും കളിച്ച് ശീലിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാനിവിടെ മൊബൈലിൽ ഇപ്പോൾ യൂട്യൂബ് ആയാലും അങ്ങനത്തെ കാണാനായാലും ഞാൻ കൊടുക്കാറില്ല. ഇപ്പൊ ടി വിയിൽ കണ്ടോളം പറയും, ടി വിയിൽ കാണും. അതും ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ മാത്രം കാണാൻ സമ്മതിക്കാറുള്ളൂ. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ചീത്തയും പറയാറുണ്ട്. എൻ്റെ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നല്ലോണം അറിയാം അല്ലേ. ഇവിടെ ആരാ ഗെയിം കളിക്കാൻ സമ്മതിക്കാത്തത്? നല്ല കിട്ടല തരുള്ളൂ കേട്ടോ അമ്മ. അമ്മേടെ അമ്മേരെ കിട്ടുമെന്ന് പറഞ്ഞ മൊബൈൽ കൊടുക്കുന്നു, ടി വി കാണാൻ സമ്മതിക്കുന്നില്ല കേട്ടാ. കിട്ടലിന്റെ അർത്ഥം നല്ല അടി കിട്ടുന്നതാണ് അതിന്റെ അർത്ഥം. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നല്ല അടി എൻ്റെ കിട്ടാറുണ്ട്. ഈ മൊബൈൽ ഇങ്ങനെ കണ്ടിരിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല. അത് വീട്ടില് പിള്ളേരെന്നല്ല, പ്രത്യേകിച്ചും വലിയവരായാലും മൊബൈലിൽ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ കണ്ടിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതാണ് ഇപ്പം ഞാൻ പൊന്നൂട്ടനും കൊടുക്കാറില്ല. അപ്പം ഇപ്പോൾ ഒരു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആളൊരു കാർ റേസിങ്ങിൻ്റെ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ആഴ്ചയായി. എൻ്റെ അനുവാദം കിട്ടിയാൽ അത് കളിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 15 മിനിറ്റ്, അതും പഠിപ്പും എല്ലാ കാര്യം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതായത് കുഴപ്പമില്ല പഠിക്കാൻ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട്, അതുപോലെ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാനൊരു 15 മിനിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ പറയണത്. അപ്പം എല്ലാം നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് കുറച്ച് നേരം ഞാൻ കൊടുക്കും. അത് ഞാൻ ടൈം പറയും, ഫോൺ എടുക്കണ നേരത്തെ ഞാൻ പറയും ടൈം നോക്കിക്കോ, എത്രയിലാണ് സൂചിയൊക്കെ നിൽക്കണേ നോക്കി വെച്ചോളാൻ പറയും. ഞാൻ പറയും 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത്രയിലേക്ക് സൂചി ആകുമ്പോൾ എനിക്ക് മൊബൈൽ തരണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും. അതറിയാം. അപ്പോൾ ആ ടൈം വരെ ഞങ്ങൾ കളിക്കുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കൊടുത്തില്ല. ഇന്നലെ എന്താ ഇന്നലെ പഠിക്കാനിരുന്നു, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല പഠിക്കാനിരുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തില്ല. അപ്പൊ ഇന്ന് അതുപോലെ നല്ല രീതിയിൽ ഇരിക്കാം അമ്മ എന്ന് പറയുന്നത്.
അതൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. മൊബൈലൊന്നും പിള്ളേർക്ക് ഇങ്ങനെ കൊടുക്കണ കാര്യത്തിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഞാൻ കൊടുക്കാറുമില്ല. TV കാണാം. TV കാണുന്നതിനും ഒരു പരിധി ഉണ്ട്. അടുത്ത തുടങ്ങല്ലേ, പോയി മേല് കഴുകി വന്നിട്ട് നമ്മള് വിളക്ക് കാണിക്കും. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. ഞങ്ങൾ വിളക്കത്തിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് പഠിക്കൂട്ടാ. അപ്പൊ ഈ ടൈമിൽ അർജുൻ ഒറ്റയ്ക്ക് പഠിച്ചോളും. ഞാൻ ഇരിക്കാറില്ല. അപ്പൊ എന്നോട് ഒറ്റയ്ക്ക് തന്നെ പഠിക്കുക. നമ്മൾ ഒരാൾ അപ്പുറത്തിരുന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കൂടുതൽ പ്രഷറായിട്ട് പ്രശ്നങ്ങളാവുക. അപ്പൊ പിന്നെ അവർക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് അവർ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ ഈ ടൈം ആവും അത് കറക്റ്റാണ്. എനിക്കറിയാം അത് കറക്റ്റാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവനറിയാലോ. അപ്പൊ ബുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവന് ഇഷ്ടമുള്ള രീതിയിൽ പഠിച്ചോളാൻ പറയും. ഞാൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതൊന്ന്. അപ്പോൾ ഇപ്പോൾ മലയാളമൊക്കെ ആകുമ്പോൾ ഞാൻ പറയും ആ ബുക്ക് നോക്കിയിട്ട് നോക്കുക, എന്നിട്ട് ഉണ്ണിയുടേതായ രീതിയിൽ എഴുതി നോക്കുക. അപ്പോൾ എവിടെയും മിസ്റ്റേക്ക് വരാമെന്നറിയാം. അപ്പോൾ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക അതിൽ നോക്കിയിട്ട് ഒറ്റയ്ക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ആ രീതിയിൽ പഠിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവർക്ക് ഏത് രീതിയാണോ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിക്ക് പഠിക്കാമല്ലോ. നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ കൂടുതൽ പ്രഷർ ആവേ ഉള്ളൂ അവർക്കും നമുക്ക് തീരെ ക്ഷമയുണ്ടാവില്ല. അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. ഇതാകുമ്പോൾ അവർ കൂളായിട്ടിരുന്ന് പഠിച്ചോളും. എനിക്ക് അതാണ് തോന്നിയത്. അപ്പോൾ ഇപ്പോഴായി പിന്നെ അങ്ങനെയാണ് അവൻ പഠിക്കാറ്. വൈകിട്ട് ഞാൻ ഒപ്പം ഇരിക്കാറില്ല. രാവിലെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അത്രേ ഉള്ളൂ. നമ്മുടെ ഡിന്നറിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ ചിക്കൻ കൊണ്ട് ഏട്ടനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിക്കൻ അപ്പൊ ചിക്കൻ കറിയൊന്നുമല്ല, നമ്മള് ചൈനീസ് ആയിട്ട് ചിക്കൻ കൊണ്ടാട്ടം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ നീളനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടും പറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ആണ് കേട്ടോ. എന്താ ഐറ്റംസ്? മറ്റേ മല്ലിയിലുണ്ടോ ഇവിടെ? മല്ലിയില്ല. ഇതൊക്കെ ആദ്യം പറയണ വാങ്ങണെങ്കില് പിന്നെ ലാസ്റ്റ് ടൈമില് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വാങ്ങാനാ. പിന്നെ മറ്റേ സബോളരല്ല എന്തെങ്കിലും പറയാ അതുണ്ടോ? ഇല്ലാത്ത എടുത്ത് ചോദിക്കണാണ്. അതിന് മനസ്സിലായി. ആ പേരിൽ ഉണ്ടാക്കണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടൊന്നും കേട്ടാ. എന്റെ അടുത്ത് ഏട്ടൻ പറഞ്ഞതാണ് ചിക്കൻ ഞാൻ ടേസ്റ്റ് ഇല്ല. ഞാൻ പിന്നെ ഒന്നും പറയത്തിട്ടാ. അതൊന്നും പ്രശ്നമില്ല. ചൈനീസ് ഇതില് ചിക്കൻ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. സോസ് ഉണ്ടല്ലേ? സോസ് ഉണ്ട്. സോസ് സോയാ സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്. അപ്പൊ നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ നമ്മള് ബ്രസ്റ്റ് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ചെടുത്തിട്ട് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പൊന്നൂട്ടന് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഫ്രൈഡ് റൈസില് മഞ്ഞപ്പൊടി ഇടില്ല, പക്ഷെ ഞാൻ ചിക്കനിൽ മഞ്ഞപ്പൊടി ഇട്ടാൻ വേണ്ടിക്കണ്ട. അപ്പൊ പൊന്നൂട്ടന് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവന്റെ ഒരു വണ്ടി എടുക്കുമ്പോ ഫ്രൈഡ് റൈസ് തന്നെ ഉണ്ടാക്കാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. പിന്നെ അതിലേക്ക് വേണ്ട ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് അതുണ്ട്. പിന്നെ 2 തരം സോസും അത്രേ ഉള്ളൂ. അപ്പൊ ഇത് വെന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാനൊന്ന് ചതച്ചിട്ട് ഇങ്ങനെ കഷ്ണമായിട്ട് അങ്ങനെ ഇടാറ്. ഞാൻ ചതച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കും. എന്നിട്ട് പിന്നെ കൂടെ മിക്സ് ചെയ്യും. അപ്പൊ അത് ഉണ്ടാക്കുമ്പോ കാണാമല്ലോ. ഇപ്പൊ ഏട്ടൻ്റെതായ ചിക്കൻ ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. പിന്നെ ഇത് പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എഴുതാൻ എത്തിയിട്ടുണ്ട്. വരും. ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അധികം ഓയിൽ ഇഷ്ടമല്ല. നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇടുമ്പോൾ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പൊ ഞാൻ അത് കാരണം വെളുത്തുള്ളി കുറച്ച് ഇടാറുണ്ട്. ഇനി അടുത്തത് നമുക്ക് ക്യാരറ്റും ബീൻസും
ബീൻസ് പൊന്നിട്ടന് വലിയ താല്പര്യം ഇല്ല കേട്ടാ, അത് ഞാനിടും. അതൊക്കെ പറക്കി വെക്കും. അപ്പൊ ഞാൻ പറയും കഴിക്കാൻ പറയും, അപ്പൊ നിർബന്ധിച്ച് കഴിപ്പിക്കണതാ. ബീൻസ് വലിയ താല്പര്യമില്ല, ക്യാരറ്റ് ഇഷ്ടമാണ്. അപ്പൊ ഇത് വാടുന്നതിന്റെ ഒപ്പം നമുക്ക് നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ സിമ്പിൾ ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാട്ടോ. കാരണം ഞാൻ അർജുന് സ്ഥിരം ഉണ്ടാക്കി കൊടുക്കുന്ന ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ സിമ്പിള് എന്നുള്ള സംഭവല്ലേ, അതിന് നമ്മളിട്ടുള്ള പേരാണ് തട്ടിക്കൂട്ട്. അത് ഏറ്റവും ഉണ്ടാക്കുന്ന ഡിഷ്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഡിഷ് തട്ടിക്കൂട്ടല്ല ഉണ്ടാക്കുക. സോറി, കഷ്ടപ്പെട്ട് പറയുന്നില്ല ഞാൻ. ശരി, കഷ്ടപ്പെട്ടുള്ള വാക്കാലേക്ക് അതിന് പിന്നെ കുറെ കഥകളുണ്ട്, ഇപ്പൊ പറയാൻ പറ്റില്ല. കഷ്ടപ്പെടാതല്ല, എല്ലാ ഭക്ഷണവും നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതെന്തായാലും തട്ടിക്കൂട്ടല്ല കേട്ടോ. ഞാൻ പൊന്നൂട്ടൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ അവന് ചിക്കൻ തന്നെ വേണമെന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ചിക്കൻ ഇങ്ങനെ ആക്കിയുള്ള ചതച്ചെടുത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നൂട്ടി എങ്ങനെയായാലും കഴിക്കുള്ളൂ ഫ്രൈഡ് റൈസിൽ. അല്ലാണ്ട് അവന് ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ പുറത്തുനിന്ന് അവന് ഇഷ്ടമല്ല. അതിലിങ്ങനെ ക്യൂബ്സ് പോലെ ഇടുമ്പോൾ അത് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഇതാവുമ്പോ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ അവന് ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഫ്രൈഡ് റൈസ് ഏതായാലും വെജ് ഫ്രൈഡ് റൈസ് ആയാലും എഗ് ആയാലും അതുപോലെ ചിക്കൻ ആയാലും ഒക്കെ ആൾക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അത് ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാവുമ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഡെയിലി കഴിച്ചാലും പ്രശ്നമല്ല. നമ്മളിപ്പോ അജിനോമോട്ടോ അങ്ങനത്തെ വേറെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യണില്ലല്ലോ ഹെൽത്തില്. പിന്നെ ഓയിലും കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചോറായാലും അവരങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ഫ്രൈഡ് റൈസ് ഉണ്ടെങ്കിൽ കഴിക്കുള്ളതൊന്നുമില്ല. എല്ലാ ഭക്ഷണവും കഴിക്കും, പച്ചക്കറിയും കഴിക്കും, മീനും കഴിക്കും. ചിക്കനാണ് പിന്നെയും ഇഷ്ടക്കുറവ്. ചിക്കൻ അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കി കഴിക്കില്ല. അതിൽ പൊട്ടാറ്റോ ഇട്ടാൽ മാത്രം കഴിക്കുള്ളൂ. പൊട്ടാറ്റോ മാത്രം കഴിക്കും, ചിക്കൻ കഴിക്കില്ല. ഉപ്പിട്ടാ വീഡിയോ റിവൈസ് ചെയ്ത് നോക്കേണ്ടി വരും. നടന്നു പോയി ഞാൻ ഉപ്പിട്ടോന്നുള്ളത്. നേരെ കുറച്ച് കഴിഞ്ഞ് നോക്കാലോ. പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കാം. അളവൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങോട്ട് ഒഴിക്കന്നെ. ഒരു കണക്ക് വെച്ചിട്ട് അതിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ആളിപ്പോ ടി വി കാണലുള്ളതാണ്. പഠിത്തമൊക്കെ കുറച്ചു നേരം, അതിനപ്പുറം പഠിക്കുന്നില്ല. പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എഗ് ലാസ്റ്റ് ഇടുള്ളൂ ഞാൻ. ഇതിന്റെ കൂടെ എഗ് മിക്സ് ചെയ്യില്ല. എല്ലാം കഴിഞ്ഞ് ചോറൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം എഗ് മിക്സ് ചെയ്യും. അപ്പൊ നമ്മള് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അജിനോമോട്ടോയ്ക്ക് പകരമാണ്. അജിനോമോട്ടോയ്ക്ക് പകരം. ലാസ്റ്റ് നമ്മൾ ഫിനിഷിങ്ങിൽ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ എഗ്ഗും ഇട്ടിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. അർജുൻ്റെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. കുരുമുളക് അധികം ഇടുന്നത് ഇഷ്ടമല്ല, അപ്പൊ പിന്നെ എരിയുമല്ലോ. പിന്നെ ഞാൻ പച്ചമുളക് തീരെ യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പൊ നല്ല 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 ഫ്രൈഡ് റൈസ് അല്ലേ നമ്മുടെ. അപ്പൊ ഇതാണ് പൊന്നൂട്ടന് ഇഷ്ടപ്പെട്ട ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന പൊന്നൂട്ടന്റെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസ്. അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് റെഡി. ഫ്രൈഡ് റൈസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഉണ്ടാക്കില്ല. അപ്പൊ എന്റെ ഭാഗം കഴിഞ്ഞു. ഇനി ഏട്ടന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ, ഞാൻ വീഡിയോ എടുക്കാം. അപ്പൊ ഓക്കെ, എന്റെ ഫിനിഷ് ആയിട്ടാ ഫ്രൈഡ് റൈസ് നമ്മുടെ റെഡി. അപ്പൊ ഡിന്നറിനുള്ള ഫ്രൈഡ് റൈസ് പൊന്നൂട്ടിന് വേണ്ടി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏട്ടൻ ചിക്കൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കൻ ഏട്ടൻ ഉണ്ടാക്കും. നമുക്ക് അപ്പൊ കാണാം. അപ്പൊ ഈ അടുത്ത സെക്ഷൻ ഏട്ടന്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. പക്ഷെ ഇതില് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആള് ഞാനാണ്. അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്റേതായ രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചു, അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതില് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഉപ്പും
പിന്നെ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ എല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊണ്ടാട്ടം ഒന്ന് മൂത്ത് വന്നപ്പോ അത് മാറ്റി. അടുത്തത് എന്താ? കുക്ക് വിശദീകരിക്കണോ? ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമ്മൾ ഇട്ടു. ഇഞ്ചി മാത്രം ചെറുതാക്കിയായിരുന്നതാ. അതെന്താ കാരണം ഒന്നും കൂടി പറഞ്ഞോ. ഞാനും പൊന്നിട്ടന്നെ ഇഞ്ചി പറക്കി കളയും. വലിയ ചതച്ചിടുമ്പോ പിന്നെ അറിയില്ലല്ലോ, പേസ്റ്റ് ആകുമ്പോഴും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഇടുമ്പോഴേ നീളത്തിൽ ഇടാറുണ്ട് ഏട്ടൻ. അപ്പൊ ഞങ്ങളത് പറക്കി കളയും. അതാണ് ഇപ്പൊ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്. ഇത് മൂത്ത് വന്നപ്പോ പൊന്നിട്ട് ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളവിടെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ടി വി കണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞു കേട്ടോ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ബുക്കൊക്കെ എടുത്ത് വെച്ചു. ഇതേ പിന്നെ കാർട്ടൂൺ ടൈമാണ്. അപ്പം ഇതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. ചിക്കനും പിന്നെ നമ്മുടെ വറുത്ത മിളകും. ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കണത് എന്റേതായ രീതിയിൽ, ഏട്ടനുണ്ടാക്കുന്നത് അതിൻ്റെതായ രീതിയിൽ. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടുണ്ട് അതിലേക്ക്. നമ്മൾ അതിലേക്ക് കോൺഫ്ലവർ പൊടി കലക്കിയത് ഒഴിക്കുന്നു. ലാസ്റ്റിൽ ആ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നല്ല റെഡ് കളർ. ഇതാണ് അർജുന്റെ ഡിന്നർ എന്ന് പറയുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ എന്താണ് ഏട്ടാ? ചിക്കൻ കൊണ്ടാട്ടം. പിന്നെ കുറച്ച് സോസ് ഒഴിച്ചിട്ടുണ്ട്. അതായത് അർജുൻ ചിക്കൻ കഴിക്കൽ കുറവാണ്. അത് കാരണം നമ്മൾ സോസ് ഒഴിച്ചിട്ടുള്ളത്. അവൻ സോസ് കൂട്ടിയിട്ടായിരിക്കും കൂടുതലും കഴിക്കാം. ചിക്കൻ അധികം കഴിക്കില്ല. ഫ്രൈഡ് റൈസ് അത്ര ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്? ചിക്കൻ ഏറ്റവും സൂപ്പർ ആയിരിക്കുന്നുണ്ട്. ഏതാ ഏറ്റവും ഇഷ്ടമായത്? അത് അമ്മല്ലേ അച്ഛൻ ഉണ്ടാക്കുമ്പോഴേ അതില് ജിഞ്ചറും ഗാർലിക്കും മട്ടില്ല. ഓ അത് കാരണല്ലേ ടേസ്റ്റ് ഇല്ല അത്ര. ഞാൻ പറഞ്ഞില്ല ഫ്രൈഡ് റൈസ് ഇഷ്ടം. ചിക്കൻ ഇഷ്ടമാണ് കേട്ടാ. പക്ഷെ ചിക്കൻ അങ്ങനെ കാര്യമായിട്ട് കഴിക്കില്ല. പിന്നെയും കഴിക്കാൻ KFC ഒക്കെ വാങ്ങിക്കൊടുത്താലും കുറച്ച് ആ ലെഗ് പീസിന്റെ കുറച്ച് മാത്രം കഴിക്കും. പിന്നെ മെയിൻ ഫോക്കസ് KFC-യിലായാലും പൊട്ടാറ്റോ ആണ്. ഞങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അപ്പൊ സൂപ്പർ ആയിട്ടില്ലേ ഫ്രൈഡ് റൈസ്? സൂപ്പർ ആയിട്ടില്ലേ ഫ്രൈഡ് റൈസ്? ഭയങ്കര ഇഷ്ടമായി, ഹാപ്പി ആയി. അപ്പൊ ഇതാണ് അർജുന്റെ 1 ഡേയിലെ അർജുന്റെ ഫുഡും സംഭവങ്ങളൊക്കെ അല്ലെ. പൊട്ടാറ്റോ ഞങ്ങൾക്ക് മെയിൻ. എന്തായാലും ഒരു ദിവസം ഏതെങ്കിലും ഒരു നേരം പൊട്ടാറ്റോ വേണം, മസ്റ്റ് ആയിട്ട്. അതാണ് ഞങ്ങൾക്ക് ഒരു പ്രത്യേകത. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അർജുന്റെ ഒരു 1 ഡേ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഇതില് ഉള്ള പോലെ തന്നെയാണ് അവന്റെ ഒരു ദിവസം. പിന്നെ എന്താ പറയാ, ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ ഇതിന് കുറെ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്തിലായാലും മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടായിരിക്കും. കാരണം 7:45 തൊട്ടിട്ട് 1:15 വരെ ക്ലാസ് ആണ്. അപ്പൊ അതിൻ്റെതായ കുറെ വ്യത്യാസങ്ങൾ ആ ഒരു ഡേയിൽ ഉണ്ടായിരിക്കും. ബാക്കി എല്ലാ ദിവസങ്ങളും ഇപ്പൊ ഈ വെക്കേഷൻ ദിവസങ്ങളിലൊക്കെ അർജുന് ഇതാണ്. അപ്പൊ ഇന്ന് നമ്മൾ അർജുന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് പറഞ്ഞിട്ടാ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.